അപ്പോൾ നമ്മൾ ഇന്ന് വാർ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കൊറിയയിൽ ഒരുപാട് വാറുകൾ നടന്നു. അപ്പോൾ അതിൽ വാർ മ്യൂസിയം വളരെ ഫേമസ് ആണ്. ഈ കാണുന്നത് വാർ മ്യൂസിയമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഒരുപാട് കാണാനുണ്ട്. അവിടെ വാറിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാം. വാർ മ്യൂസിയം എൻട്രിയൊക്കെ ഫ്രീ ആണ്. ഒരു 1.5 മണിക്കൂർ കാണാനുള്ളതുണ്ട്. നമുക്കത് കാണാം. വരൂ. ഈ കാണുന്നതെല്ലാം യുദ്ധസമയത്ത് സൗത്ത് കൊറിയയെ സഹായിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ ഫ്ലാഗുകളാണ്. അതിലിതാ ഇന്ത്യൻ ഫ്ലാഗും കാണാൻ പറ്റും. ഇന്ത്യൻ ഫ്ലാഗും കാണാം. എല്ലാ രാജ്യക്കാരുടെയും, അവരെ സഹായിച്ചിട്ടുള്ള എല്ലാ രാജ്യക്കാരുടെയും ഫ്ലാഗുകൾ ഇവിടെ പറക്കുന്നുണ്ട്. ഈ വാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് യോങ്സാങ് ഡോങ് എന്ന സ്ഥലത്താണ്. 1994 വാർ മ്യൂസിയം ഓപ്പൺ ചെയ്യുന്നത്. ഇത് ആദ്യം ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഇവിടെ പ്രവേശന സമയം കാലത്ത് 9:30 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ. തിങ്കളാഴ്ച ഹോളിഡേ ആണ്. അന്ന് കാലത്ത് യുദ്ധസമയത്ത് ഉപയോഗിച്ചിരുന്ന വലിയൊരു തരം ബോട്ടാണ് ഈ കാണുന്നത്. ചെറുതും വലുതായിട്ടുള്ള അനവധി പീരങ്കികൾ, ഈ പീരങ്കികൾക്ക് ഉപയോഗിക്കുന്ന പീരങ്കി ഉണ്ടകൾ തുടങ്ങിയവ പ്രദർശനത്തിന് വച്ചിരിക്കുന്നു. ഇതെല്ലാം അന്ന് ഉപയോഗിച്ച പടച്ചട്ടകളാണ്. പലതരം വാളുകൾ, തോക്കുകൾ, ഇങ്ങനെ പലതും അവിടെ കാണാൻ പറ്റും. ആർമി ചീഫ് ധരിച്ചിരുന്ന ഡ്രസ്സുകളാണല്ല ഇതെല്ലാം. വാറിന് ഉപയോഗിച്ചിട്ടുള്ള പലതരം വിമാനങ്ങളും ടാങ്കുകളും മറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിനും താഴ്ഭാഗത്താണ്. ഇത് കൊറിയയിൽ മരിച്ചിട്ടുള്ള ആൾക്കാരുടെ പേര് കുത്തി വെച്ചിരിക്കുകയാണ്. വാറിൽ മരിച്ചിട്ടുള്ള ആൾക്കാരുടെ ഇത് മുഴുവൻ അതാണ്.